പെരുമ്പളം പാലം ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രി. ജി സുധാകരൻ ഫേസ്ബുക്കിൽ കാര്യങ്ങൾ പങ്കുവച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇപ്പോഴത്തെ പെരുമ്പളം പാലം ഉദ്ഘാടനം സംബന്ധിച്ച തത്സമയ ലിങ്ക് അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഫേസ്ബുക്കിൽ നിന്ന് സംപ്രേഷണം പിൻവലിച്ചു. അനുമതിയില്ലാതെ ലൈവ് ഇട്ടത് CPM-ന്റെ DC-യിലെ അഡ്മിനാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അതിന്റെ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാടി നമ്മളോടൊപ്പം ഉണ്ട്. അശ്വിൻ, എന്തുകൊണ്ടാണ് ഈ പെരുമ്പളം പാലം ഉദ്ഘാടനം സംബന്ധിച്ച ഈ തത്സമയ ലിങ്ക് ഇപ്പോൾ ജി സുധാകരൻ നീക്കം ചെയ്തിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? GK വീണ്ടും അതിർത്തിയുടെ പുക തന്നെയാണ് പുന്നപ്രയിൽ നിന്ന് ഉയരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അല്പസമയം മുമ്പ് തത്സമയം സംപ്രേഷണം ചെയ്തത് വലിയ പ്രചരണമായിരുന്നു. അതായത് ഈ തർക്കത്തിൽ നിൽക്കുമ്പോഴും ഇത് പങ്കുവെച്ചത് അദ്ദേഹത്തിന്റെ മഞ്ഞുരുക്കത്തിന്റെ ഭാഗമാണ് എന്നുള്ള വിലയിരുത്തലൊക്കെ വന്നെങ്കിലും ഇപ്പോൾ അത് അദ്ദേഹം പൂർണ്ണമായും പിൻവലിച്ചിരിക്കുകയാണ്. പോസ്റ്റ് ലൈവ് സംപ്രേഷണം അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെയാണ് അഡ്മിൻ അതിൽ പോസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സ്വന്തമായി തന്നെ അദ്ദേഹം അത് നീക്കം ചെയ്തിരിക്കുന്ന ലിങ്ക് പൂർണ്ണമായും ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അതിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ CPM DC-യിൽ ഇത്തരത്തിൽ നേതാക്കളുടെ പേജുകൾ കൈകാര്യം ചെയ്യാൻ അഡ്മിന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ അഡ്മിനാണ് ഈ പോസ്റ്റ്, ഈ ലിങ്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരുന്നത്. അല്ലാതെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് നിയന്ത്രിക്കുന്നത് ജി സുധാകരന് വേണ്ടി അതിൽ പോസ്റ്റുകളൊക്കെ ഇടുന്ന അദ്ദേഹത്തിന്റെ പത്നിയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ആ ലിങ്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ജി സുധാകരന്റെ അറിവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അനുമതിയോ അറിവോ ഒന്നും കൂടാതെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ലിങ്ക് ഇട്ടിരിക്കുന്നത്. അത് DC-യിലെ അഡ്മിനാണ് അത് ചെയ്തത്, അല്ലേ? അങ്ങനെയാണ് നിലവിൽ നമ്മൾ അദ്ദേഹത്തിന്റെ കുടുംബവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ജി സുധാകരന്റെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ നിയന്ത്രിച്ചിരുന്നത്, അതിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നത് അദ്ദേഹത്തിന്റെ പത്നിയായ ജൂബിലി നവപ്രഭയാണ്. അവരുടെ അറിവോ അനുമതിയോ ഇല്ലാതെയാണ് അല്പസമയം മുമ്പ് ഏകദേശം അരമണിക്കൂറോളം പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ദൃശ്യങ്ങൾ തത്സമയമേ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ സംപ്രേഷണം ചെയ്തത്. അത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇവർ തന്നെ ആ ലിങ്ക് നീക്കം ചെയ്യുകയായിരുന്നു. അത് അനുമതിയില്ല, അദ്ദേഹത്തിന്റെ താല്പര്യം പോലും ആ വീഡിയോ പങ്കുവെക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിലവിൽ. അശ്വിൻ, ജി സുധാകരന് CPM പാർട്ടിയുമായും നേതൃത്വവുമായും എന്താണോ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള നിലപാട്, അദ്ദേഹത്തിന്റെ വികാരം എന്താണോ അത് അതേപടി തന്നെ നിലനിൽക്കുന്നു. മഞ്ഞുരുക്കത്തിന്റെയോ അനുനയത്തിന്റെയോ ഒന്നും ഒരു ഘട്ടത്തിലേക്ക് ഈ സംഭവങ്ങൾ നീങ്ങിയിട്ടില്ല എന്നാണല്ലോ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും GK, കാരണം പാർട്ടിയുടെ എല്ലാ തലത്തിലുള്ള നേതാക്കളും നേരിട്ടെത്തി സംസാരിച്ചിട്ടും ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടും ഒന്നും അനുനയത്തിന്റെ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലെ വാർത്ത പുറത്തു വരുമ്പോഴും മനസ്സിലാകുന്നത്. പാർട്ടി ഇട്ട ലിങ്ക് അത് അദ്ദേഹം പൂർണ്ണമായും അതിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇനി ഒരുപക്ഷെ ഈ പേജിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക്, അതായത് പാർട്ടി നിയന്ത്രണത്തിലല്ലാതെ പേജ് മാറ്റാനുള്ള ഇടപെടൽ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ അതിർത്തി അതേപടി നിലനിൽക്കുന്നു. ഒരു തരത്തിലുള്ള അനുനയത്തിനും അദ്ദേഹത്തിന്. ശരി, ഏതായാലും പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് മുഖ്യമന്ത്രി അല്പസമയത്തിനകം. ആ പാലം ഉദ്ഘാടനത്തിന് ജി സുധാകരനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം അതിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ തത്സമയ ലിങ്ക് പങ്കുവെച്ച സംഭവം ഉണ്ടായത്. അത് ഈ ഒരു മഞ്ഞുരുക്കത്തിന്റെയും പാർട്ടിയുമായി വീണ്ടും അനുനയത്തിന്റെ വഴിയിലേക്ക് കടക്കുന്നതിന്റെ ഒക്കെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിൽ അങ്ങനെയല്ല. അത് തന്റെയോ കുടുംബത്തിന്റെയോ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റുകൾ ഇടുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ പത്നിയാണ്. അപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അറിവോടുകൂടി അല്ല ഈ ലിങ്ക് അവിടെ വന്നിരിക്കുന്നത്. അത് ജില്ലാ CPM-ന്റെ DC-യിൽ നിന്നുള്ള അഡ്മിനാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ലിങ്ക് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു. അതിന്റെ പരിഭാഷ ഇങ്ങനെയാണ്: ജി സുധാകരൻ ഇപ്പോഴും CPM-വുമായി അകന്നു തന്നെ നിൽക്കുന്നു. ആ പരിഭവത്തിൽ തന്നെയാണ് ഉള്ളത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അനുനയത്തിന്റെ പാലം ഇട്ടിട്ടും അതിലേക്ക് കയറാൻ ജി സുധാകരൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ലിങ്ക് നീക്കം ചെയ്തതിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ചെറിയ ഇടവേള. തിരികെ എത്തുമ്പോൾ സംസ്ഥാനത്ത് ഒരു ഏറ്റവും വലിയ പാലം എന്ന് പറഞ്ഞാൽ ഒരു തടാകത്തിന് മുകളിലുള്ള ഏറ്റവും വലിയ പാലം എന്ന ഖ്യാതിയിലേക്ക് എത്തുകയാണ് പെരുമ്പളം പാലം. ദീർഘനാളത്തെ അവരുടെ സ്വപ്നത്തിന് അങ്ങനെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.